അറിയുമോ നിങ്ങൾക്ക് മഹാനായ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരായിരുന്നു മഹാനുമാവൻ? അദ്ദേഹം ഒരു തസവ്വുഫിന്റെ വ്യക്തി മാത്രമല്ല, തസവ്വുഫിന്റെ ആള് മാത്രമല്ല, പണക്കാരനായിരുന്നു, ധനാഢ്യനായിരുന്നു. മഹാനായ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു ധനാഢ്യനാണ്. ഞാൻ നമ്മൾ മനസ്സിലാക്കിയ പച്ച പൊതിച്ചിട്ട് ഏതെങ്കിലും പള്ളി കയറി എന്നിട്ട് 5-10 മോതിരമൊക്കെ ഇട്ടിട്ട് യാഹൂ യാ കയ്യും ഒന്ന് എല്ലിക്കൊണ്ടിരിക്കുന്ന കൗമാണെന്ന് കരുതണ്ട. ആള് നിസ്സാരക്കാരനല്ല, വലിയ പണക്കാരനാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ആലിമിനെ കാണുമ്പോൾ നമുക്ക് വിലയില്ല. പക്ഷെ ആ ആലിമ് കുറച്ച് സാമ്പത്തികമുള്ളതാണെങ്കിലോ അതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. ഒരു സാധാരണക്കാരൻ മൊല്ലാക്കിയാണെങ്കിൽ, പാവപ്പെട്ട മുസ്ലിയാരാണെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഇന്ന് വിലയില്ല. മുഹ്യിദ്ദീൻ ശൈഖ് ആക്കോലത്തിലായിരുന്നു പറഞ്ഞ പണക്കാരനുമാണ് തികഞ്ഞ ആലിമോൻ, ഭയങ്കര സൂഫിയാണ്. പിന്നെ ആൾക്കാർ എങ്ങനെ അംഗീകരിക്കാതിരിക്കും? ഈ സമ്പത്തൊന്നും മൂപ്പർക്ക് ഒരു വിഷയമല്ല. സമ്പത്ത് നോക്കി അദ്ദേഹം നടക്കുന്നില്ല. ആര്? അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. വലിയ മഹാനല്ലേ, അദ്ദേഹത്തിന്റെ ആണ്ടല്ലേ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, അവരുടെ മദതും പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ തന്റെ ശിഷ്യഗണങ്ങൾക്ക് അദ്ദേഹം അതാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ